ഷേസിയ ജോസ്, ഇപ്പോൾ CPIയെ പ്രതിക്കൂട്ടിലാക്കുന്ന ചില വിവരങ്ങൾ NEPക്കെതിരെയാണല്ലോ നിങ്ങൾ ശക്തമായ നിലപാടെടുക്കുന്നത്. പക്ഷേ നിങ്ങളുടെ തന്നെ വകുപ്പിൽ അത് നടപ്പാക്കിയതിൻ്റെ ചില തെളിവുകളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ കൃഷിമന്ത്രി P. പ്രസാദ് പ്രോ ചാൻസലറായ കാർഷിക സർവകലാശാലയിൽ NEP വ്യവസ്ഥകൾ നടപ്പാക്കിയിട്ടുണ്ട്. അക്കാദമിക യോഗ്യതകൾ പരിഗണിക്കാതെ മന്ത്രിമാരും പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന വ്യവസ്ഥ ഈ വർഷം ഫെബ്രുവരിയിൽ നിലവിൽ വന്നു. മന്ത്രിസഭായോഗത്തിൽ PM ശ്രീ പദ്ധതി ചർച്ചയായപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് മന്ത്രി പ്രസാദ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ അദ്ദേഹം തന്നെ ചാൻസലറായ കാർഷിക സർവകലാശാലയിൽ ഈ വ്യവസ്ഥ നിലവിൽ വന്നു എന്നുള്ളതാണ്. അത് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന സംവിധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ നിലയ്ക്ക് പ്രവൃത്തി പരിചയം മാത്രം നോക്കിക്കൊണ്ട് പ്രൊഫസറാക്കി അധ്യാപകനായി കൊണ്ടുവരികയാണ്. ആ നിലയ്ക്ക് ഒരാളെ നിയമിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രീ ജയചന്ദ്രൻ എത്ര ലാഘവത്തോടെയാണ് ഇവിടെ പറഞ്ഞത്. ഈ പദ്ധതിയിൽ ഒരു വർഗീയതയുമില്ല. ഇത് നടപ്പിലാക്കുന്നത് കൊണ്ട് കേരളത്തെ ഒരു രീതിയിലും ഇത് പ്രതികൂലമായി ബാധിക്കില്ല, വിദ്യാർത്ഥികളെ ബാധിക്കില്ല, പൊതുസമൂഹത്തെ ബാധിക്കില്ല, കേരളം വളർത്തിക്കൊണ്ടുവന്ന വിദ്യാഭ്യാസ മാതൃക ഇത് ബാധിക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിനകത്ത് വർഗീയത ഉണ്ടെന്ന് പറഞ്ഞതാരാ? അതിൻ്റെ വിശദാംശങ്ങൾ കേരളത്തിൽ എവിടെയും പ്രസംഗിച്ചു നടന്നതാരാ? CPI മാത്രമല്ല, CPMൻ്റെ സമുന്നതരായ നേതാക്കളടക്കം, കേരളത്തിലെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം, ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാലിൻ്റെ പ്രസംഗം ഈ 2025 വന്നിട്ടുണ്ട്. ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ശ്രീ KN ബാലഗോപാലിൻ്റെ പ്രസംഗമാണ്. അപ്പം ഞാൻ പറഞ്ഞത് കേരളത്തിൽ CPI CPM എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ എല്ലാ പാർട്ടികളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും KSTയും AKSTയും ഉൾപ്പെടുന്ന അധ്യാപക സംഘടനകളും എല്ലാം എതിർത്തൊരു പദ്ധതിയാണിത്. അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് അവർ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും തർക്കമില്ല. എന്നിട്ട് ഇപ്പോൾ വളരെ വേഗതയിലാണ് ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ധാരാളം ചർച്ചകൾ നടക്കുന്നു, ഒരുപാട് ലേഖനങ്ങൾ വരുന്നു. ഈ ലേഖനങ്ങൾ എപ്പോഴാണ് വരേണ്ടത്? ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കൊണ്ട് കേരളത്തിനൊരു അപകടവും ഇല്ല എന്ന് ആധികാരികമായി പഠിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തെ പൊതുസമൂഹത്തോട് പറയാം, LDFനോട് പറയാം, CPIയോട് പറയാം. പൊതുസമൂഹത്തിൽ വിശദമായ ചർച്ച നടത്തട്ടെ. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകട്ടെ. പ്രശ്നമൊന്നുമില്ല. കേരളത്തിൽ എത്ര പദ്ധതികൾ വന്നു? കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ധാരാളം പദ്ധതികളുണ്ട്. ചിലത് വളരെ ഗുണകരമാണ്. നമ്മൾ LDF തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ് തന്നെ പുതിയ പദ്ധതികൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായിട്ട് ഇവിടെ നടപ്പിലാക്കും. എന്നാൽ ചില പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് അപകടം പതിയിരിപ്പുണ്ട്. അത്തരം കാര്യങ്ങളെ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ. കേന്ദ്ര പദ്ധതികളെ മുഴുവൻ എതിർക്കുന്ന ഒരു സമീപനം ആർക്കാ ഉള്ളത്? അങ്ങനെ എതിർത്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അപ്പോൾ കേന്ദ്ര പദ്ധതികൾ മുഴുവൻ എതിർക്കപ്പെടേണ്ട ഒന്നാണ് എന്ന അഭിപ്രായം CPIക്കില്ല. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. അപ്പോൾ കൃഷി വകുപ്പിനകത്തായാലും മറ്റ് ധാരാളം പദ്ധതികളെ സംബന്ധിച്ചും ഒക്കെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കും. ഇത് പുതിയൊരു കാര്യമല്ല. ഇപ്പോൾ കേരളത്തിൽ LDF ഭരിക്കുമ്പോൾ UGC നടപ്പിലാക്കണമോ വേണ്ടേ? CPM തർക്കം ദീർഘനാൾ നിലനിന്നു. അന്നത്തെ CPMൻ്റെ വിദ്യാഭ്യാസ മന്ത്രി MN സ്മാരകത്തിൽ പോയി വെളിയം ഭാർഗവനുമായി ദീർഘമായിട്ട് ചർച്ച നടത്തി. CPI CPM ചർച്ച നടത്തി, ക്യാബിനറ്റ് ചർച്ച നടത്തിയാണ് അവസാനം തീരുമാനമെടുത്തത്. ഇങ്ങനെ എത്ര കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് പാർട്ടിയാണ്, സ്വാഭാവികമായിട്ടുണ്ടാകും. വിലയിരുത്തലിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും. അതൊക്കെ വിശദമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷമല്ല ഈ ചർച്ചകൾ വേണ്ടിയിരുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം. ഇതിനു മുമ്പ് ഇത്തരം ചർച്ചകൾ വേണമായിരുന്നു. ഇതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഗവൺമെൻറ്റിന്, വിദ്യാഭ്യാസ മന്ത്രിക്ക്, ആർക്ക് വേണമെങ്കിലും പറയാമായിരുന്നു. അതുണ്ടായില്ല. SFI ആണെങ്കിലും KST ആണെങ്കിലും എല്ലാവരും ഇതിനെ എതിർത്ത് ശക്തമായ നിലപാട് CPMൻ്റെ കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം എതിർത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. ഈ 16-ാം തീയതിക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ ക്യാബിനറ്റിൽ തീരുമാനം വരുന്നതിന് മുമ്പ്, ക്യാബിനറ്റിൽ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും CPI CPM തർക്കം ഈ വിഷയത്തിനകത്തുണ്ടായിട്ടില്ല. അപ്പോൾ 2 പ്രാവശ്യം ക്യാബിനറ്റിൽ വന്നു. ക്യാബിനറ്റിൽ വന്നപ്പോൾ CPI അതിനകത്ത് പറഞ്ഞു ഇത് നമുക്ക് വിശദമായ ചർച്ച വേണ്ട കാര്യമാണ്, കാരണം നയപരമായ കാര്യമാണ്. LDF ചർച്ച ചെയ്യണം. അവിടെ പോലും അഭിപ്രായ വ്യത്യാസമല്ല വരുന്നത്.
ക്യാബിനറ്റിനകത്ത് ചർച്ച ചെയ്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. ഇത് നയപരമായ കാര്യമാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരി, മാറ്റിവെച്ചു. മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു, മാറ്റിവെച്ചു. രണ്ടാമത് വരുന്നു മാസങ്ങൾക്ക് ശേഷം, ഏപ്രിൽ മാസത്തിൽ ഈ വർഷം വീണ്ടും ഈ അഭിപ്രായം പറഞ്ഞു, മാറ്റിവെച്ചു. അപ്പോൾ LDFയിൽ വന്ന് മന്ത്രിസഭയിൽ വന്ന് ചർച്ച ചെയ്ത് LDF ആലോചിച്ചതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞ് വെച്ച ഒരു വിഷയം ക്യാബിനറ്റ് അറിയാതെ, LDF അറിയാതെ, ആരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഇതൊപ്പിട്ടു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഷോക്കുണ്ട്. അവിടെയാണ് മുന്നണി മര്യാദയുടെ വിഷയം വരുന്നത്. 16-ാം തീയതിയാണ് ഒപ്പിട്ടത്. 23-ാം തീയതിയാണ് ഞങ്ങളിത് അറിയുന്നത്, ലോകം അറിയുന്നത്. 16-ാം തീയതി ഒപ്പിട്ടതിന് ശേഷം കൂടിയ ക്യാബിനറ്റിൽ ഈ വിഷയം സൗരാജൻ ഉന്നയിച്ചു. മറുപടി ഉണ്ടായില്ല, ഒപ്പിട്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇതിനെ സ്വാഭാവികമായിട്ട് ആത്മാഭിമാനമുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിയാതിരിക്കുക? അപ്പോൾ ശരിയാണ്. ശ്രീ സി ജോസ് പ്രകാശ്, ഇപ്പോൾ ഇത് കൂടി ഒന്ന് പറയാമോ വിഷയം? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ കാർഷിക സർവകലാശാലയിൽ നടപ്പാക്കിയിരിക്കുന്ന NEP-യിലെ ഒരു കാര്യമാണ് പറയുന്നത്. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നു. അതിനെയും എതിർത്തതാണ്, പലതവണ എതിർത്തിട്ടാണ്. പക്ഷെ അത് നടപ്പാക്കി എന്നുള്ളതാണ്. അത് നടപ്പാക്കുമ്പോൾ എങ്ങനെയാണ് അത് പ്രൊഫസറായി അക്കാദമിക് യോഗ്യതയുള്ള ആളല്ല അതിലേക്ക് വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര പദ്ധതികൾ എല്ലാം ഒരു കേന്ദ്ര പദ്ധതിയും നടപ്പിലാക്കണ്ട എന്നുള്ള അഭിപ്രായം CPIക്കില്ല. ചില പദ്ധതികൾ വരുമ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അത് ചർച്ച ചെയ്യും. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തന്നെ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിനകത്തും തർക്കമില്ല. പക്ഷേ അത് കേരളത്തിലെ മുഴുവൻ പൊതുവിദ്യാഭ്യാസത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നല്ല. ഒന്ന്. രണ്ട്, കേരളത്തിലെ പൊതുസമൂഹമോ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോ എതിർത്തിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ വിശദമായ ഒരു ചർച്ചയോ പരിശോധനയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടില്ല. അത് കേരളത്തെ ആകെ ബാധിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ സ്ഥിരമായിട്ട് ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സാമ്പത്തിക വശത്തെക്കുറിച്ചാണ്. സത്യത്തിൽ ഈ എത്രയോ കോടി രൂപയുടെ നഷ്ടം ഇതിനകത്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഇപ്പം എനിക്ക് പോലും ഇപ്പോഴും അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ 150 സ്കൂളുകളിലാണ് ഈ പദ്ധതി വരുന്നത്. അപ്പോൾ 150 സ്കൂളുകൾക്ക് എത്ര കിട്ടും? 1 കോടി 10 രൂപ, 1 കോടി 10 ലക്ഷം രൂപ വെച്ച്. അങ്ങനെ 110 സ്കൂളുകൾക്ക്, അങ്ങനെ 150 സ്കൂളുകൾക്ക് 165 കോടി രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ 165 ഒരു സ്കൂളിൽ 1000 വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്ന് കണക്കാക്കിയാൽ ഏതാണ്ട് 1.5 ലക്ഷം വിദ്യാർത്ഥികൾ മാത്രമാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ ഈ 165 കോടി രൂപയുടെ എത്ര കോടി രൂപയാണ് കേരളത്തിന് കിട്ടാനുള്ളത്? 3 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് കിട്ടുന്നത് 20 കോടി രൂപ. ആ 20 കോടി രൂപയുടെ എത്ര ശതമാനം കിട്ടും? അതിൻ്റെ 60% കിട്ടൂ. ഞാൻ പറയുന്നത് ഒരു 100 കോടിക്കപ്പുറം രൂപ ഈ പദ്ധതിക്ക് നടപ്പിലാക്കിയാൽ, മുൻകാല പ്രാബല്യത്തിൽ നടപ്പിലാക്കിയാൽ പോലും കേരള ഗവൺമെന്റിന് കിട്ടാൻ പോകുന്നില്ല. എത്രയോ കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് PMC ഒപ്പിട്ടില്ലെങ്കിൽ സർവ്വശിക്ഷാ അഭിയാന്റെ പണം കിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് 1500 എത്തുന്നത്. ഇത് 1400 കോടി രൂപ. സത്യത്തിൽ ഇത് രണ്ടും തമ്മിൽ കൂട്ടിയിണക്കേണ്ട ഒരു കാര്യവുമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദുഷ്ടലാക്കാണ് ഇതിന് പിന്നിൽ പോത്തിക്കുന്നത് എന്നുള്ളതിന് നമുക്കൊരു സംശയവുമില്ല. ശ്രീ ബാലഗോപാൽ ഒരുപാട് കണക്കുകൾ പറയുന്നുണ്ടല്ലോ. എന്താണ്? കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട വിഹിതത്തിനകത്ത് നമ്മൾ കിഫ്ബിയുടെ ലോൺ എടുത്തപ്പോൾ അതുപോലും വെട്ടിക്കുറച്ചവരാണ് കേന്ദ്ര ഗവൺമെൻറ്. ശരി, അവരങ്ങനെ ഒരു അവസരം നോക്കിയിരിക്കുമ്പോൾ അതിനെ നിയമപരമായിട്ട് നേരിടണം. നിയമപരമായിട്ട് നേരിടാൻ കേരളത്തിലെ മന്ത്രിസഭ തീരുമാനിച്ചതാണ്. അതിന് ആവശ്യമായ ആലോചനകൾ അഭിഭാഷക സംഘവുമായി നടത്തിയതാണ്. അതിനുശേഷം അതിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. നമുക്ക് തൊട്ട് മുമ്പ് ഒരു മാതൃകയുണ്ട്. എന്താണ്? തമിഴ്നാട് ഈ വിഷയത്തിനകത്ത് ഈ തുക കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു.
അപ്പോൾ SSKയുടെ തുക തടഞ്ഞു വെച്ചതിന് ഒരു ന്യായീകരണവുമില്ല. ഏത് കോടതിയിൽ പോയാലും ഒരു പക്ഷേ നമുക്ക് അനുകൂലമായ വിധി വരാൻ സാധ്യതയുണ്ട്. ആ സാധ്യത കേരള ഗവൺമെൻറ് പരിശോധിച്ചതാണ്, അതിനാവശ്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോയതാണ്. എന്നാൽ വഴിക്ക് എവിടെയോ അത് ഉപേക്ഷിക്കപ്പെട്ടു. അതിൻ്റെ സാഹചര്യം എന്താണെന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇതിനകത്ത് എവിടെയൊക്കെയോ ഒരു ദുരൂഹത നിലനിൽക്കുന്നു. ഞങ്ങളെ ഇരുട്ടിൽ നിർത്തി, കേരളത്തിലെ പൊതുസമൂഹത്തെ ഇരുട്ടിൽ നിർത്തി ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് അംഗീകരിക്കാനാകില്ല. അത് ശരിയല്ല, അത് മുന്നണി മര്യാദയല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.